ഹലോ ചിൽഡ്രൻ, ഇന്ന് നമുക്ക് ഇംഗ്ലീഷിൻ്റെ ലെറ്റർ റൈറ്റിങ്ങിനെ പറ്റിയിട്ട് നോക്കാം. യു മസ്റ്റ് ബി നോയിങ് അക്കോർഡിംഗ് ടു ദ ചേഞ്ച് സിലബസ് നിങ്ങൾക്ക് റൈറ്റിംഗ് പാർട്ടിന് യു ആർ ഗിവൻ 20 മാർക്സ്, റീഡിങ്ങിന് 20 മാർക്സ് ആണ്, റൈറ്റിങ്ങിന് 20 മാർക്സ് ആണ്. ദെൻ യു ഹാവ് യുവർ ലിറ്ററേച്ചർ ടെക്സ്റ്റ് ബുക്ക് വർക്ക്, അതിനൊക്കെ 40 മാർക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ 10 മാർക്സ് റൈറ്റിങ്ങിൽ വരുന്നത് യു വിൽ ഹാവ് MCQ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഔട്ട് ഓഫ് ദാറ്റ് 10 വിൽ ബി കമ്പൾസറി. 12 നിന്ന് 10 എഴുതണം, അങ്ങനെ വരും. ഓക്കെ, യുവർ ഗ്രാമർ ആൻഡ് ഓൾ ദാറ്റ്. പിന്നെ 10 മാർക്സ് ആക്ച്വൽ റൈറ്റിംഗ് യു വിൽ ഹാവ് ലെറ്റർ റൈറ്റിംഗ്, അത് ദാറ്റ് വിൽ കം ഫോർ 5 മാർക്സ്. ബാക്കി 5 മാർക്ക് വിൽ കം ഫോർ എനി അതർ പാസേജ് റൈറ്റിംഗ് ഓർ ആർട്ടിക്കിൾ റൈറ്റിംഗ് ഓർ എനിത്തിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ലെറ്റർ റൈറ്റിംഗ് വിൽ കം ഫോർ 5 മാർക്സ് and that also formal letter. അപ്പോൾ you will have only formal letter that for 5 marks. ഒരു ഫോർമൽ ലെറ്റർ അത്രയും സ്കോറിങ് ആണ്, ബിക്കോസ് അതിൽ കാര്യമായിട്ട് ആവശ്യമുള്ള സാധനം ഇഫ് യു ബൈ ഹാർട്ട്, then that will give you at least 2 or 3 marks, and remaining what you're writing is going to fetch you the full mark. അപ്പോൾ let us see the things that you have to by heart, and if you do that it will be easy for you. അപ്പോൾ ഫോർമൽ ലെറ്റർ മീൻസ് we are writing to an authority. ഓക്കെ, അതാണ് ഫോർമൽ ലെറ്റർ. അപ്പോൾ അതിൻ്റെ കുറച്ചൊരു സ്റ്റാൻഡേർഡ് ഫോം ഉണ്ട്, ആ ഫോമിൽ തന്നെ യു ഹാവ് ടു റൈറ്റ് ഇറ്റ്. ചിൽഡ്രൻ, ഇത് നിങ്ങളൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ മാത്രമായിട്ട് നോക്കരുത്. ഇത് ഇൻ ഫ്യൂച്ചർ യുവർ ലൈഫ് സോ മച്ച് ഓഫ് ഇമ്പോർട്ടൻസ് ദിസ് ഇസ്. ഇതിപ്പോൾ നിങ്ങൾ ശരിക്കും പഠിച്ച് വെച്ചാൽ ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒരു ആവശ്യം വരും ലെറ്റർ എഴുതാൻ. അത് ഉറപ്പാണ് ലെറ്റർ എഴുതേണ്ട ആവശ്യം വരും. ആർക്കൊക്കെ എഴുതേണ്ടി വരും? ചിലപ്പം വെൻ യു ആർ അപ്ലൈയിങ് ഫോർ എ ജോബ് അതിന് എഴുതേണ്ടി വരും, വെൻ യു ആർ അപ്ലൈയിങ് ഫോർ എ ലീവ് അതിന് എഴുതേണ്ടി വരും, ഇല്ലെങ്കിൽ യു ആർ അപ്ലൈയിങ് ഫോർ സംതിങ് ഫ്രം ദ പഞ്ചായത്ത്, അതിന് എല്ലാത്തിനും ലെറ്റേഴ്സ് എഴുതേണ്ടി വരും. അപ്പോൾ ഈ ഒരു ബേസിക് ഫോർമാറ്റ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ലെറ്റർ എഴുതി തരുമോ എന്ന് പറഞ്ഞിട്ട് ആരുടെ അടുത്തും ചുറ്റിക്കറങ്ങേണ്ട ആവശ്യമില്ല. യു ക്യാൻ റൈറ്റ് യുവർ ഓൺ ലെറ്റർ. ഓക്കെ, അപ്പോൾ ഈ ബേസിക് ഫോർമാറ്റ് നിങ്ങൾ എന്തായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പോൾ അതോറിറ്റി പറഞ്ഞ ആർക്കൊക്കെ നമുക്ക് ലെറ്റർ എഴുതേണ്ടി വരും? ഫോർ എക്സാമ്പിൾ ടു ദ കമ്മീഷണർ, ടു ദ മേയർ, ടു ദ പഞ്ചായത്ത് പ്രസിഡൻറ്റ്, ടു ദ പ്രിൻസിപ്പൽ, അല്ലെങ്കിൽ യു വിൽ ഹാവ് ടു റൈറ്റ് ടു ദ എഡിറ്റർ ഓഫ് എ ന്യൂസ് പേപ്പർ. അങ്ങനെ കുറേ വെറൈറ്റീസ് ഓഫ് ലെറ്റർ റൈറ്റിംഗ് ഉണ്ടാവും. പക്ഷേ എല്ലാം വേറെ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, എല്ലാത്തിനും സ്റ്റാൻഡേർഡായിട്ട് ഒരു ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ഈ വീഡിയോയിൽ വിൽ ബി ടോക്കിംഗ് അബൌട്ട് ലെറ്റർ ടു ദ എഡിറ്റർ. അപ്പോൾ ഈ ലെറ്റർ ടു ദ എഡിറ്റർ മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചോളി, ആൻഡ് ബിഫോർ യുവർ എക്സാം യു റിവൈസ് ദാറ്റ്, ആൻഡ് ഐ എം ഷുവർ എനിത്തിങ് ഇഫ് ഇറ്റ് കംസ് ദിസ് ഇൻ ദ സെയിം ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദിസ് യു ക്യാൻ റൈറ്റ് എൻ ലെറ്റർ. ഓക്കെ, അപ്പോൾ ഇത് ലെറ്റർ ടു ദ എഡിറ്റർ ഞാനൊരു എക്സാമ്പിളായിട്ട് എടുത്തിട്ട് ഐ വിൽ ബി എക്സ്പ്ലെയിനിങ് ടു യു ഹൗ ടു റൈറ്റ് എ ലെറ്റർ, ആൻഡ് ഇറ്റ് വിൽ ഗിവ് യു ഐഡിയാസ് ഇഫ് എനി ചേഞ്ച് ഇൻ ദ ക്വസ്റ്റ്യൻ കംസ്, ഹൗ ടു accommodate that change. That also I will tell you. Okay, this is a sample I have taken to explain how to write a letter. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഒരു ഫോർമാറ്റ് ഓഫ് ദ ലെറ്ററിന് 1 മാർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഫോർമാറ്റ് ഒക്കെ കറക്റ്റായിട്ട് വന്നാൽ തന്നെ 1 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പ് വരുത്താം. അപ്പോൾ ഈ ഫോർമാറ്റ് എങ്ങനെയാണ്? എല്ലാം ടു ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡാണ്. ഫസ്റ്റ് യു ബിഗിൻ വിത്ത് ദ സെൻഡേഴ്സ് അഡ്രസ്. സെൻഡേഴ്സ് അഡ്രസ്സ് മാത്രം മതി, അത് അതിന് പേര് അങ്ങനെയൊന്നും ആവശ്യമില്ല. സെൻഡേഴ്സ് അഡ്രസ്സിൽ എന്തൊക്കെ പെടണം? ആക്ച്വൽ പോയിന്റ് ഓഫ് റെസിഡൻസ്, പിന്നെ ആ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ സെൻഡേഴ്സ് അഡ്രസ് ഷുഡ് ഫിനിഷ് ഇൻ 2 lines. ഓക്കെ, ഒരു വലിയ പാരഗ്രാഫ് എഴുതരുത്. ആ വില്ലേജ് ഓഫീസിൻ്റെ ബാക്കിൽ, ആ ജംഗ്ഷൻ്റെ മുന്നിൽ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വലിയ പാരഗ്രാഫ് ആക്കി എഴുതരുത്. ഒരു 2 lines യു ഷുഡ് റൈറ്റ് യുവർ സെൻഡേഴ്സ് അഡ്രസ്. യൂഷ്വലി ഇറ്റ് ഈസ് ഗിവൻ ഇൻ ദ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി സെൻഡേഴ്സ് അഡ്രസ് എഴുതിയതിൻ്റെ ശേഷം യു ഹാവ് ടു ലീവ് 1 line. ആ ലൈൻ വിട്ടതിൻ്റെ ശേഷം യു ഹാവ് ടു റൈറ്റ് ദ ഡേറ്റ്. ഓക്കെ, ദിസ് ഈസ് എ ഫോർമാറ്റ് ഫോർ റൈറ്റിംഗ് ദ ഡേറ്റ്. ഓക്കെ, യു ഹാവ് ടു റൈറ്റ് ദ ഡേറ്റ്, ദെൻ ദ നെയിം ഓഫ് ദ മന്ത്, ദെൻ കോമ, ദെൻ ദ ഇയർ. ഓക്കെ, ഇങ്ങനെ തന്നെ എഴുതണം. യു ഹാവ് ടു ലീവ് 1 line ആഫ്റ്റർ ദാറ്റ്, ആൻഡ് ദെൻ യു ഹാവ് ടു റൈറ്റ് ദ റിസീവേഴ്സ് ഡെസിഗ്നേഷൻ. ഫസ്റ്റ് ആർക്കാണ് നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത് അവരെ പേര് എഴുതിയിട്ട്, ദെൻ നെക്സ്റ്റ് ലൈൻ ദെയർ അഡ്രസ് യു ഹാവ് ടു റൈറ്റ്. ദാറ്റ് കണ്ടിന്യൂസ്ലി വിത്തൗട്ട് ലീവിങ് എ ലൈൻ യു ഹാവ് ടു റൈറ്റ്. അപ്പോൾ ഈ കേസിൽ നോക്കൂ, ദ എഡിറ്റർ, ഇന്ത്യ ടുഡേ, ന്യൂഡൽഹി, അങ്ങനെ അത്ര മതി. അതും ഫുൾ ഡീറ്റെയിൽ ആയിട്ട് അഡ്രസ്സ് വേണ്ട. അവരുടെ ആർക്കാ, ഏത് പൊസിഷനിലുള്ള ആൾക്കാർ നിങ്ങൾ എഴുതിയ, ഏത് സ്ഥാപനത്തിനാണ് അവരുള്ളത്, പിന്നെ ആ സ്ഥലം എവിടെയാണ്, അത്ര മതി. പിന്നെ യു ഹാവ് ടു റൈറ്റ് ദ സബ്ജക്റ്റ്. ഓക്കെ, സബ്ജക്റ്റ് വന്നൊരു 2, 3, 4, 5,
അത്ര മതി. അതിൻ്റെ കൂടുതൽ വേർഡ്സ് വരരുത്. മോർ ദാൻ 6-7 വേർഡ്സ് ഉണ്ടാവരുത് സബ്ജക്റ്റിൽ. സബ്ജക്റ്റ് എന്താണ്, നിങ്ങൾ എന്തിനാ പറ്റി എഴുതാൻ പോണേ അതിൻ്റെ ഒരു ബ്രീഫ് ഇൻട്രഡക്ഷൻ മാത്രം. അതൊരു ഫുൾ സെൻറ്റൻസ് അങ്ങനെയൊന്നും വേണ്ട. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്ക് ചോദ്യമാണ് യു ഹാവ് ടു റൈറ്റ് അബൌട്ട് ദ ബാഡ് കണ്ടീഷൻസ് ഓഫ് ദ റോഡ്സ് ഇൻ യുവർ ഏരിയ, അങ്ങനെ എന്തെങ്കിലും എഴുതാണെങ്കിൽ അപ്പോൾ സബ്ജക്റ്റിൽ എന്താ എഴുതാ, പുവർ മെയിൻ്റെനൻസ് ഓഫ് റോഡ്സ്, അത്ര എഴുതിയാൽ മതി. ഓക്കെ, ഇൻ ബ്രീഫ് ആ സബ്ജക്റ്റ് വായിച്ചിട്ട് ആ വായിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവണം ഓക്കെ ഈ ലെറ്റർ എന്തിനെ പറ്റിയിട്ടാണ്, അതിന് വേണ്ടിയിട്ടാണ് സബ്ജക്റ്റ് എഴുതുന്നത്. ഓക്കെ, സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് യു ഹാവ് ടു ലീവ് വൺ സ്പേസ്. ദെൻ ദിസ് ഈസ് കോൾഡ് ദ സാലുട്ടേഷൻ. യു റൈറ്റ് സർ. ഓക്കെ, സർ അതൊരു സാലുട്ടേഷൻ ആണ്. റെസ്പെക്റ്റഡ് സർ അങ്ങനെയും എഴുതാം, ഡിയർ സർ അങ്ങനെയൊന്നും എഴുതണ്ട. ഒഫീഷ്യലായിട്ട് വെൻ യു ആർ റൈറ്റിംഗ് യു ഹാവ് ടു റൈറ്റ് റെസ്പെക്റ്റഡ് സർ ഓർ വെറും സർ വിൽ ഓൾസോ ഡു. ദാറ്റ് ഈസ് കോൾഡ് സാല്യൂട്ടേഷൻ. അതിൻ്റെ ശേഷമാണ് വരുന്ന ബോഡി ഓഫ് ദ ലെറ്റർ. ഓക്കെ, ഇത് 1 പാര 2 പാര ഓർ 3 പാര, കൂടുതൽ ഇങ്ങനെ വലിയ എസ്സേ ആക്കിയൊന്നും എഴുതേണ്ട ആവശ്യമില്ല. 5 മാർക്സ് അല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു 2 ഓർ 3 പാര ഷുഡ് ബി ഇനഫ്. അപ്പോൾ ഈ ബോഡി ഓഫ് ദ ലെറ്ററിലാണ് നിങ്ങളുടെ മെയിൻ കണ്ടൻറ്റ് വരാൻ പോണേ. അപ്പോൾ കണ്ടൻറ്റിനും മാർക്ക് ഉണ്ട്. ഹൗ യു ആർ എക്സ്പ്രസ്സിങ് വിത്തൗട്ട് എനി ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് ഓർ സ്പെല്ലിംഗ് മിസ്റ്റേക്സ്, അതിനൊക്കെ മാർക്ക് ഉണ്ട് കേട്ടോ. ഫോർമാറ്റിന് മാത്രം ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല. ഫോർമാറ്റ് വിൽ ഗിവ് യു 1 മാർക്ക്. ദ റിമൈനിങ് ഈസ് ഗോയിങ് ടു കം ഫ്രം ദ കണ്ടൻറ്റ് ദാറ്റ് യു ഹാവ് റിട്ടൺ. അപ്പോൾ ഈ കണ്ടൻറ്റ് വെൻ യു ആർ റൈറ്റിംഗ് ഒരു 2-3 സെൻറ്റൻസസ് ഇഫ് യു ബൈ ഹാർട്ട് യു ക്യാൻ അപ്ലൈ ദാറ്റ് ഫോർ എനി ടൈപ്പ് ഓഫ് ലെറ്റർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ കണ്ടൻറ്റിനെ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം അതറിഞ്ഞിരിക്കണം. ഒരു ലെറ്ററിനെ ബോഡിയിൽ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം അതിനൊരു 2-3 സെൻറ്റൻസ് യു ബൈ ഹാർട്ട്. അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ വരുന്ന അതിനനുസരിച്ച് യു ക്യാൻ ചേഞ്ച് ആൻഡ് റൈറ്റ്. ഐ ജസ്റ്റ് ഗിവ് യു എ സാമ്പിൾ ഓഫ് ഫ്യൂ സെൻറ്റൻസസ്. അപ്പോൾ ഈ എക്സാമ്പിൾ നിങ്ങൾ കാണുന്ന ഒരു പേപ്പറിൽ വന്ന ആർട്ടിക്കിളാണ് പോളി ബാഗ്സിനെ പറ്റിയിട്ട്, പ്ലാസ്റ്റിക് ബാഗ്സിനെ പറ്റിയിട്ട്. അപ്പോൾ ആ ആർട്ടിക്കിളിനെ സപ്പോർട്ട് ചെയ്തിട്ട് ശരിയാണ് അങ്ങനെ പറഞ്ഞ് എഴുതുന്ന ലെറ്ററാണ് ഇത്. അപ്പോൾ ഇതിലെന്താ പറയുന്നത്, ഐ ടോട്ടലി അഗ്രി വിത്ത് ദ വ്യൂസ് പബ്ലിഷ്ഡ് ഇൻ ദ ആർട്ടിക്കിൾ. അപ്പോൾ അങ്ങനെ തുടങ്ങാം. അപ്പോൾ നിങ്ങളെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെങ്കിൽ യു ക്യാൻ ഇഫ് യു ആർ ആസ്ക്ഡ് ടു കമൻറ്റ് ഓൺ ദ ആർട്ടിക്കിൾ വിച്ച് ഹാസ് ഓൾറെഡി പബ്ലിഷ്ഡ്, അതിനെ പറ്റി പറയുകയാണെങ്കിൽ യു ക്യാൻ സ്റ്റാർട്ട് ലൈക്ക് ദിസ്, ഐ ടോട്ടലി അഗ്രി വിത്ത് ദ വ്യൂസ് പബ്ലിഷ്ഡ്, അങ്ങനെ തുടങ്ങാം. അതല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയിട്ടോ ആർക്കെങ്കിലും ബോധവൽക്കരണം നടത്താനോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഐ സജസ്റ്റ് സം ലൈൻസ് വിച്ച് യു ബൈ ഹാർട്ട്. സോ യു ക്യാൻ ഇപ്പോൾ ഒരു ന്യൂസ് പേപ്പറിൻ്റെ എഡിറ്ററിനാണ് നിങ്ങൾ അയക്കുന്നത് ആൻഡ് ദെൻ യു ആർ ആസ്കിങ് ഹിം ടു പബ്ലിഷ് ഇറ്റ് ഇൻ ഹിസ് ന്യൂസ് പേപ്പർ. ഓക്കെ, അപ്പോൾ ഹൗ വിൽ യു സ്റ്റാർട്ട്? ദിസ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ ബിഗിനിങ് യു ക്യാൻ ഗിവ്. Through the columns of your esteemed newspaper, I will like to draw the attention of the concerned authorities towards. പിന്നെ ടോപ്പിക് എഴുതിയാൽ മതി. അപ്പോൾ ഈ സെൻറ്റൻസ് ബൈ ഹാർട്ട് ആക്കിയാൽ നിങ്ങൾ ലെറ്റർ എത്ര സൊഫിസ്റ്റിക്കേറ്റഡ് ആണ്, എത്ര സ്റ്റൈലിഷായി. അപ്പോൾ അതിൽ തന്നെ ടീച്ചർ മയങ്ങി മാർക്ക് ഇട്ട് തരും. അത് ബൈ ഹാർട്ട് ആക്കി വെച്ചോളൂ. ലെറ്റർ ടു ദ എഡിറ്റർ വന്ന ഈ പോയിന്റ് ബൈ ഹാർട്ട് ആക്കി വെച്ചോളൂ. ഫസ്റ്റ് പോയിന്റ് ഇൻ യുവർ ലെറ്റർ ഈസ് ഗോയിങ് ടു ബി ദിസ്. Through the columns of your esteemed newspaper, I will like to draw the attention of the concerned authorities towards. അങ്ങനെ അതിൻ്റെ അർത്ഥം എന്താ, നിങ്ങളെ പേപ്പറിലൂടെ ഞാൻ ഈ കൺസേൺഡ് അതോറിറ്റീസ് മീൻസ് ആരൊക്കെയാണ് ഇതിൽ ബാധ്യപ്പെടുന്നത്, ഇത് ഈ സംഭവത്തിൽ ടേക്ക് കെയർ ചെയ്യേണ്ട ആൾക്കാരൊക്കെ ഇതിനെ ഒന്ന് അവരുടെ ശ്രദ്ധ കൊണ്ടുവരും. അതിനെക്കൊണ്ടാണ് ഞാൻ നിങ്ങളെടുത്ത് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ എസ്റ്റീംഡ് ന്യൂസ് പേപ്പറാണ്, അതൊക്കെ ഒരു സോപ്പിടുന്ന വർത്താനാണ്. അപ്പോൾ ശരിക്കും അതൊരു നല്ല സെൻറ്റൻസ് ആണ് ടു ബിഗിൻ എ ലെറ്റർ ടു ദ എഡിറ്റർ. If you're writing a letter to address to the general public, അപ്പോൾ നിങ്ങൾ ഈ സെൻറ്റൻസിനെ യു ക്യാൻ റൈറ്റ്. ആൻഡ് ഫൈനലി ടു ഡ്രോ ദ അറ്റൻഷൻ ഓഫ് ദ ജനറൽ പബ്ലിക് ടുവേർഡ്സ്, അങ്ങനെ എഴുതിയാൽ മതി. ആ കൺസേൺഡ് അതോറിറ്റീസിൻ്റെ സ്ഥലത്ത് ജനറൽ പബ്ലിക് അങ്ങനെ മാറ്റം വരുത്തിയാൽ മതി. ഓർ യു ക്യാൻ ഓൾസോ ബിഗിൻ ബൈ റൈറ്റിംഗ് ഐ എം റൈറ്റിംഗ് ദിസ് ലെറ്റർ ഇൻ ഓർഡർ ടു ഹൈലൈറ്റ്. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് അത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ലെറ്റർ എഴുതുന്നത്, ഇല്ലെങ്കിൽ ടു ഡ്രോ യുവർ അറ്റൻഷൻ ടുവേർഡ്സ്. അപ്പോൾ ഇത് സിമ്പിൾ ഫോംസ് ഓഫ് സെൻറ്റൻസസ് ടു ബിഗിൻ എ ലെറ്റർ. ഓക്കെ, യു ക്യാൻ ബിഗിൻ യുവർ ലെറ്റർ ലൈക്ക് ദിസ്. പിന്നെ യു ടോക്ക് അബൌട്ട് ദ ടോപ്പിക്, വാട്ട് ഈസ് ഗിവൻ ഇൻ ദ ടോപ്പിക്. അപ്പോൾ ശരിക്കും നിങ്ങളത് എഴുതാൻ കാരണം എന്താണ്, അതൊക്കെയല്ലേ നീ ബോഡിയിൽ വരേണ്ടത്. You can start off by writing like this. As a resident, it is my responsibility to make sure that അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ ആസ് എ സിറ്റിസൺ, ആസ് എൻ ഇന്ത്യൻ, ആസ് എ സ്റ്റുഡൻറ്റ്, ഓക്കെ അങ്ങനെ ആസ് എ മെമ്പർ ഓഫ് ദ സൊസൈറ്റി, അങ്ങനെ എന്തെങ്കിലും എഴുതാം. പിന്നെ ഇറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി, അത് നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ എഴുതുന്നത്. അങ്ങനെ യു ക്യാൻ ബിഗിൻ യുവർ ബോഡി ഓഫ് ദ ലെറ്റർ.
പിന്നെ യു ക്യാൻ ഇങ്ങനത്തെ സെൻറ്റൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാം നടുവിൽ. വേരിയസ് കംപ്ലയിൻറ്റ്സ് ഹാവ് ബീൻ ഫയൽഡ് റിഗാർഡിംഗ് ദിസ് ഇഷ്യൂ ബട്ട് നോ മെഷേഴ്സ് ഹാവ് ബീൻ ടേക്കൺ യെറ്റ്. പിന്നെ ദ മെയിൻ റീസൺ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ദ മോസ്റ്റ് അനോയിങ് തിങ്. അനോയിങ് മീൻസ് വെറുപ്പിക്കുന്ന, ഏറ്റവും കൂടുതൽ വെറുപ്പിക്കുന്ന വർത്താനം എന്താണ്, അങ്ങനെ ആ റിഗാർഡിംഗ് ദ ടോപ്പിക് ഐ എം ജസ്റ്റ് ഗിവിങ് യു ദ സ്റ്റാർട്ടിങ് ഓഫ് എ സെൻറ്റൻസ് ദാറ്റ് യു ക്യാൻ റൈറ്റ് ഓൺ ആൻഡ് മേക്ക് ഇറ്റ് ഇൻ ടു ആക്ച്വൽ മീനിങ് ഫുൾ സെൻറ്റൻസ്. ഓക്കെ, അപ്പോൾ ഈ ഇങ്ങനെ തുടക്കമൊക്കെ വെച്ച് സെൻറ്റൻസസ് യു ക്യാൻ ബിഗിൻ ഇൻ യുവർ ബോഡി ഓഫ് ദ ലെറ്റർ. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടി ഓർത്ത് വെച്ചോളി, ഇനി കാര്യമായിട്ട് നിങ്ങൾക്ക് കോവിഡോ കൊറോണനെ പറ്റിയിട്ടോ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഹാൻഡ് വാഷിങ്ങിനെ പറ്റിയിട്ടോ അതൊക്കെ പ്രതീക്ഷിച്ചോളി. ഇപ്പോൾ ഈ നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാമിൽ അതൊക്കെ തന്നെ ആയിരിക്കും കാര്യപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ. ഓക്കെ, അപ്പോൾ എന്ത് പറയുക, ലോക്ക്ഡൗൺ എങ്ങനെ ബാധിച്ചു, ആ ലോക്ക്ഡൗൺ വേണ്ടാന്ന് വെക്കാനും ഇല്ലെങ്കിൽ ഇനിയും ലോക്ക്ഡൗൺ ആക്കാനും അങ്ങനത്തെ കുറേ വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ സെൻറ്റൻസ്, ഓക്കെ, ദ മോസ്റ്റ് അനോയിങ് തിങ്, ദ റീസൺ ബിഹൈൻഡ് ദിസ്, അങ്ങനത്തെ സെൻറ്റൻസസ് ഒക്കെ യൂസ് ചെയ്തിട്ട് യു ക്യാൻ റൈറ്റ് യുവർ ലെറ്റർ. So I suggest you prepare some sentences on that COVID and corona പറ്റിയിട്ട് കുറച്ച് sentences, be ready with പിന്നെ you can also write I believe that, I suggest that, for the welfare of. ആ സെൻറ്റൻസസും യൂസ് ചെയ്യാം. ഇത് ശരിക്കും ലാസ്റ്റ് പാർട്ട് ഓഫ് ദ പാരഗ്രാഫിൽ യൂസ് ചെയ്തോളി, വേർ യു ആർ ഗിവിങ് യുവർ ഐഡിയാസ്, യുവർ സജഷൻ. ഇതുവരെ നിങ്ങൾ പ്രോബ്ലമിനെ പറ്റിയിട്ട് പറഞ്ഞു, ഇനി നിങ്ങളുടെ സജഷൻസ് എന്താണ്, നിങ്ങളൊരു സൊല്യൂഷൻ കാണുന്നുണ്ടെങ്കിൽ ആ സൊല്യൂഷൻ എന്താണ്, അതൊക്കെ പറയാനുള്ളത് ലാസ്റ്റ് പാരഗ്രാഫിലൊന്ന് പറയാം. ഓക്കെ, വെൻ യു ആർ കൺക്ലൂഡിങ്, ഇനി ലെറ്റർ കൺക്ലൂഷൻ എഴുതാനുണ്ട്, അത് ലാസ്റ്റിൽ അതിനും കുറച്ച് സെൻറ്റൻസസ് ബൈ ഹാർട്ട് ആക്കിക്കോളി. അതിൻ്റെ സാമ്പിളാണിത്. ഐ റിക്വസ്റ്റ് യു ടു ഹൈലൈറ്റ് ദിസ് ഇഷ്യൂ. അപ്പോൾ നിങ്ങൾ ന്യൂസ് പേപ്പറിൽ ഇത് വന്നാൽ ഈ ഇഷ്യൂ ഒന്ന് ഹൈലൈറ്റ് ആവുമല്ലോ. അപ്പോൾ യു ക്യാൻ ജസ്റ്റ് സിംപ്ലി കൺക്ലൂഡ് ബൈ സെയിങ് ഐ റിക്വസ്റ്റ് യു ടു ഹൈലൈറ്റ് ദിസ് ഇഷ്യൂ സോ ദാറ്റ് ദ എഫക്റ്റീവ് മെഷേഴ്സ് ആർ ടേക്കൻ, അങ്ങനെയൊക്കെ എഴുതാം. ഇല്ലെങ്കിൽ ഐ വുഡ് ബി വെരി താങ്ക്ഫുൾ ഇഫ് മൈ ലെറ്റർ ഫൈൻഡ്സ് എ സൂട്ടബിൾ സ്പേസ് ഇൻ യുവർ ഡെയിലി മീൻസ് ന്യൂസ് പേപ്പർ. പിന്നെ ഇറ്റ് വുഡ് ബി ഗുഡ് ഇഫ് യു പബ്ലിഷ് ദിസ് ഇൻ യുവർ ന്യൂസ് പേപ്പർ ആൻഡ് ദ കൺസേൺഡ് അതോറിറ്റീസ് വിൽ സീ ദ ഗ്രാവിറ്റി ഓഫ് ദ മാറ്റർ ആൻഡ് ടേക്ക് അപ്രോപ്രിയേറ്റ് മെഷേഴ്സ് ടു സോൾവ് ദ പ്രോബ്ലംസ്. അത് ശരിക്കും ഒരു നല്ല സൊഫിസ്റ്റിക്കേറ്റഡ് സെൻറ്റൻസ് ആണ്. അത് പറ്റുമെങ്കിൽ അത് ബൈ ഹാർട്ട് ആക്കിക്കോളി. അല്ലെങ്കിൽ ഹോപ്പ് യു വിൽ ഡൂ ദ നീഡ്ഫുൾ, അങ്ങനെ എഴുതി യു ക്യാൻ കൺക്ലൂഡ്. അപ്പോൾ എപ്പോഴും കൺക്ലൂഷനിൽ അതുണ്ടാവണം, ഞാൻ ആവശ്യപ്പെട്ടത് ചെയ്യുമല്ലോ എന്നുള്ളൊരു വാക്ക്, ഒരു പോസിറ്റീവ് കൺക്ലൂഷൻ അതിലുണ്ടാവണം. ഓക്കെ, അപ്പോൾ വിത്ത് ദിസ് വി ഫിനിഷ് ദ ബോഡി ഓഫ് ദ ലെറ്റർ. ഇപ്പോൾ ലെറ്ററിൻ്റെ ബോഡിയൊക്കെ എഴുതി കഴിഞ്ഞിട്ട് യു ലീവ് വൺ സ്പേസ് ആൻഡ് റൈറ്റ് താങ്ക് യു. ഓക്കെ, ലെറ്ററിൻ്റെ ബോഡിയൊക്കെ എഴുതി കഴിഞ്ഞിട്ട് യു റൈറ്റ് താങ്ക് യു എഴുതാൻ നിർബന്ധമാണ്, അതൊരു ഫോർമാറ്റിൽ പെടുന്ന സംഭവമാണ്. യു ഹാവ് ടു റൈറ്റ് താങ്ക് യു. ദെൻ യു ഹാവ് ടു റൈറ്റ് യോർസ് ട്രൂലി. ഇതിൽ കാര്യമായിട്ട് ഓർമ്മ ഉണ്ടാവേണ്ടി യോർസിന് അപ്പോസ്ട്രഫി എസ് വരൂല കേട്ടോ, YOURS, ആർ കഴിഞ്ഞിട്ട് അപ്പോസ്ട്രഫി വരൂല. യോർസ് ട്രൂലി, ഇപ്പോൾ യോർസ് ട്രൂലി എഴുതാ, യോർസ് സിൻസിയർലി എഴുതാ, അല്ലെങ്കിൽ യോർസ് ഫെയ്ത്ത്ഫുള്ളി എന്ന് എഴുതാ. യോർസ് ഒബീഡിയൻ്റ്ലി എന്ന് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, ഒബീഡിയൻസ് ഇല്ലല്ലോ ഈ ലെറ്റർ ടു ദ എഡിറ്റർ, അതിലൊക്കെ ഒബീഡിയൻ്റ്ലിൻ്റെ ആവശ്യമില്ല. സിൻസിയർലി, ട്രൂലി അങ്ങനെ എഴുതിയാൽ മതി. പിന്നെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന നെയിം ഫുൾ നെയിം ആയിട്ട് എഴുതുക. ഓക്കെ, ക്വസ്റ്റ്യനിൽ മോസ്റ്റ് പ്രോബബ്ലി ദ ഗിവ് ദ നെയിം, അങ്ങനെ ഫുൾ നെയിം ആയിട്ട് എഴുതുക. ദാറ്റ് ഈസ് എ ഫൈനൽ തിങ് ദാറ്റ് യു ഹാവ് ടു റൈറ്റ്, ദാറ്റ് ഈസ് യുവർ നെയിം. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ സെൻറ്റേഴ്സ് അഡ്രസ്സ് മാത്രമേ എഴുതിയിട്ട് നെയിം അവിടെ എഴുതിയിട്ടില്ല. ലാസ്റ്റിൽ താങ്ക് യു കഴിഞ്ഞ് യുവർ സിൻസിയർലി കഴിഞ്ഞിട്ട് യു ഹാവ് ടു റൈറ്റ് യുവർ നെയിം. So this is how you have to write a letter. Do practice well. ഈ 5 മാർക്സിൽ ഒരു മാർക്കും പോവാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഇങ്ങനത്തെ വേർഡ്സ് സെൻറ്റൻസ് കാര്യമായിട്ട് എഴുതിയാൽ അത് തന്നെ നിങ്ങളെ ലെറ്ററിന് അറിഞ്ഞു പോകും. ഇനി ആവശ്യം ആസ് ദ ക്വസ്റ്റ്യൻ ഡിമാൻഡ്സ് കുറച്ച് മാറ്റം വരുത്താൻ ഉണ്ടാവുള്ളൂ, അത് സൂക്ഷിക്കുക. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ, ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാതെ അതും എഴുതിയാൽ 5 മാർക്സ് ഉറപ്പ് വരുത്താം. ഓക്കെ ചിൽഡ്രൻ, ഓൾ ദ ബെസ്റ്റ്. ബൈ.